കിലോമീറ്ററുകൾ താണ്ടി ഒരു ഒറ്റയാൾ സമരം തിരുവനന്തപുരത്തെത്തി. അടിസ്ഥാനപരമായ നീതി ലഭ്യമാകണം എന്ന ആവശ്യവുമായാണ് കൊല്ലം വേളമാനൂർ സ്വദേശി JP ഭൂമിക്കാരൻ എത്തിയത്. ഈ മനുഷ്യനെ ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ കാണുകയും ചെയ്തു കേട്ടോ. എന്താ സംഭവം എന്നല്ലേ, പൊതു ശൗചാലയങ്ങൾ ഉപയോഗിക്കാൻ പണം നൽകുന്ന രീതി ഉപേക്ഷിക്കണമെന്ന ആവശ്യമാണ് ഒറ്റയാൾ സമരം മുന്നോട്ട് വയ്ക്കുന്നത്. പുറത്തേക്കിറങ്ങിയാൽ ചായ കൂടിയില്ല. കാരണം അതിനായി ചിലവാക്കാൻ പണമുണ്ടായിരുന്നില്ല. കുടിക്കാനുള്ള വെള്ളം എപ്പോഴും കയ്യിൽ കരുതും. എന്നാൽ യാത്രകൾക്കിടയിൽ ഒരിടത്ത് പണം നൽകേണ്ടി വന്നു. 1988 നൽകിയ 1 രൂപയുടെ വില ബാക്കിയാക്കിയ ചിന്തകൾക്ക് കാലുമുളച്ചു. അങ്ങനെ നടന്ന് അയാൾ തലസ്ഥാനത്തിന്റെ സമരമുഖത്തേക്കെത്തി. കൊടിതോരണങ്ങൾക്കിടയിൽ, പല മുദ്രാവാക്യങ്ങൾക്കിടയിൽ ഒറ്റയാൾ സമരമായി. പൊതു ശൗചാലയങ്ങൾ സൗജന്യമായി ഉപയോഗിക്കാൻ കഴിയണമെന്ന ആവശ്യവുമായിട്ടാണ് കൊല്ലം പാരിപ്പള്ളി സ്വദേശി ജയപ്രകാശ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ പദയാത്ര നടത്തിയത്. അന്ന് ചിലവായ പണം കൊണ്ടു മാത്രമല്ല, താമസിക്കുന്ന ഇടം സ്വന്തമെന്ന പോലെ കരുതണമെന്ന ഉത്തരവാദിത്വമുണ്ട്. ഭൂമിക്കാരൻ എന്ന പേരെത്തിയത് അങ്ങനെയാണ്. അത്യപൂർവമായി എവിടെയെങ്കിലും ശൗചാലയങ്ങളുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ പണം കൊടുക്കണം. ശുചിത്വമില്ല, പരാതിപ്പെടാൻ പറ്റില്ല. കാരണം കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്. ഇപ്പം ബസ് യാത്ര സൗജന്യമാക്കി. നമുക്ക് ദരിദ്രർക്ക് റേഷൻ സൗജന്യമാണ്, വിദ്യാഭ്യാസ സൗജന്യമാണ്, ആരോഗ്യ ചികിത്സ സൗജന്യമാണ്, എല്ലാം സൗജന്യമാണ്. പക്ഷേ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പണം കൊടുക്കണമെന്ന് ഈ വ്യവസ്ഥ എങ്ങനെ കണ്ടുപിടിച്ചു എന്നറിയാം. ഈ ഒരു ചിന്ത ആരുടെ തലയിലുണ്ടായെന്നറിയാൻ വയ്യ. കാലടി സർവകലാശാലയിലെ ജീവനക്കാരനായിരുന്നയാൾ ജൂലൈ മാസം 1-ാം തീയതിയാണ് കാസർഗോഡ് നിന്ന് യാത്ര ആരംഭിച്ചത്. ശുദ്ധമായ കുടിവെള്ളവും പൊതു ശൗചാലയം സൗജന്യമായി ഉപയോഗിക്കാനുള്ള സംവിധാനവും ഒരുക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടത്തിയ ഒപ്പുശേഖരണത്തിൽ ഇന്നത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയുണ്ടായിരുന്നു. അവിടെ സർക്കാർ ആളെ വയ്ക്കണം. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എന്ന് പറയാം, ഇന്ന ആവശ്യം സാധിച്ചു വരാം. അവിടെ ശുചിത്വം കംപ്ലയിൻറ്റ് ചെയ്യാം. ആ വ്യക്തിയോടും പറയാം, മുകളിലോട്ടും കംപ്ലയിൻറ്റ് ചെയ്യാം. അവർ ജോലി സംരക്ഷിക്കാൻ വേണ്ടി അവർ കൃത്യമായ ഉത്തരവാദിത്തോടെ ജോലി ചെയ്യും. ശുചിത്വമുള്ള പൊതു ശൗചാലയങ്ങൾ വേണമെന്നാവശ്യപ്പെട്ട് ഭൂമിക്കാരനും ജീവിത പങ്കാളി ശ്രീകലയും 2017 പദയാത്ര സംഘടിപ്പിച്ചിരുന്നു. അടിസ്ഥാന നീതി ലഭ്യമാകാൻ പണം നൽകില്ല എന്ന നിലപാടുമുയർത്തി ഓലത്തൊപ്പിയുമണിഞ്ഞ് ഭൂമിക്കാരൻ പോരാട്ടം തുടരുകയാണ്. അത്രമാത്രം മലിനമായ ആമയഴിഞ്ചാൻ തോട് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയത്തിലൂടെ ഒഴുകുകയാണ്. അതിന് തൊട്ടിപ്പുറത്തു കൂടി മലിനമല്ലാത്ത ഭൂമി തേടി, നീതി തേടി ഒരു മനുഷ്യൻ ഒറ്റയാൾ പദയാത്രയായി നടന്നു നീങ്ങുകയാണ്. മനുഷ്യൻ്റെ അടിസ്ഥാന കാര്യങ്ങൾക്ക് പോലും, പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും പണം വേണമെങ്കിൽ പണമില്ലാത്തവർ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ലളിതമായ ചോദ്യമാണ് ഉന്നയിക്കപ്പെടുന്നത്. അനൂപ് എം ആറിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.